നമുക്ക് അലീനയുടെ മനുഷ്യനുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ ഓട്ടോക്കാരൻ ഷാജി നേരെ കുറെ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അലീനയെ കത്തിക്കാനൊരുങ്ങിയ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ആ പെൺകൊച്ചിനെ മണ്ണെണ്ണ ചോദിച്ച് കത്തിച്ചായിരുന്നെങ്കിൽ എന്താവായിരുന്നു അവസ്ഥ? നിങ്ങളൊക്കെ എന്ത് ഭാവിച്ചുകൊണ്ടാന്ന് ചോദിച്ചു. അത് പിന്നെ ആ ചെക്കൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഓ അപ്പം നിങ്ങൾ നോക്കി നിന്നല്ലേ? മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഷാജി, നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധമില്ലെന്നൊക്കെ ചോദിച്ചു ഷാജി ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് അവനെന്തിയെ, ആ ഗോപൻ എന്തിയെന്ന് ചോദിച്ചു. അവൻ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഗോപം വന്നു, ശരണ്യയുടെ ചേട്ടന്. അങ്ങനെ ഗോപം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷാജി ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അലീനെ അങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചായിരുന്നെങ്കിലോ പിന്നെ എന്താ സംഭവിക്കും നിനക്കറിയാലോ. നീ പിന്നെ ഒരു 10-14 വർഷം അകത്ത് പോയി കിടക്കും. പിന്നെ പോലീസുകാരുടെ അടിയിടി, പിന്നെ സഹതടവുകാരുടെ കയ്യിൽ നിന്ന് ചത കൊള്ളണമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ആ സമയം കോപം പറഞ്ഞു, ചേട്ടാ അതെ അവളുടെ ആങ്ങളെയല്ലേ എൻ്റെ പെങ്ങളെ ആ പരിവാക്കിയത്. എനിക്കപ്പോൾ സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ എന്തൊക്കെയാടാ പറയണേ? ആ പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ അലീന എന്ന് പറയുന്നവള്, അവള് ഈ ബാലേന്ദ്രൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്, അല്ലാതെ ബാലേന്ദ്രൻ്റെ മോളൊന്നുമല്ല. അതിനേക്കാളുപരി ആ പെങ്കൊച്ചിന് ഇങ്ങനെ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ആ പെങ്കൊച്ച് എന്താ ചെയ്യുന്നതെന്നറിയാവോ? അത് ഓർഫനേജിനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അത്രയും പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ. അപ്പോഴേക്കും കോവം പറഞ്ഞു, സോറി കേട്ടോ ഏട്ടാ, എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. ആ സാരമില്ല പോട്ടെ. പിന്നെ ആ സമയത്ത് ഓടി വന്ന് നിന്നെയൊക്കെ എനിക്ക് തല്ലേണ്ടതായിട്ട് വന്നു. അതെൻ്റെ സോറി പറയാനും കൂടെ വിളിപ്പിച്ചേന്ന് പറഞ്ഞു. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അറിയില്ലായിരുന്നു. ആ സാരല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. തലക്കാലത്തേക്ക് ഞാൻ അവളുടെ അടുത്തേക്ക് പോട്ടെ. അവളോട് കുളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നത്. ദേഹം മുഴുവൻ മണ്ണെണ്ണയല്ലേ, പിന്നെ അതിനെ കുറച്ച് ചോറ് കൊടുത്തിട്ട് വേണം അതിനെ കൊണ്ടേ വിടാനായിട്ട്. അതും പറഞ്ഞിട്ട് ഷാജി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം അലിയൻ്റെ അടുത്തേക്ക് ഷാജി വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല മുഖത്ത് പാടൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ നിൽക്കുന്നിടത്ത് ചെല്ലുമ്പോൾ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ അവരോട്. അതൊന്നും സാരില്ല, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതെന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. അതൊന്നും ഓർത്ത് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീനയ്ക്ക് മുഖത്ത് യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഷാജിയുടെ അമ്മ കുറച്ച് ചോറ് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, മോളെ കഴിക്കാൻ പറഞ്ഞു. അലീന ഇങ്ങനെ കഴിക്കാതിരിക്കുവാണ്. ആ ഷാജി പറഞ്ഞു, കഴിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താണെങ്കിലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, നീ എന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ? ഇവിടെ ആളും പേരും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരുന്നോ? ആ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് വന്ന് നീ നിന്ന് കൊടുത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. ആ സമയം ഷാജിയുടെ അമ്മ പറഞ്ഞു, നീ ആ കൊച്ചിനെ വിഷമിപ്പിക്കില്ലടാ, ആ കൊച്ചെന്തെങ്കിലും ഇത്തിരി ആഹാരം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഷാജി പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് നീ കഴിക്കാതിരിക്കണ്ട. അല്ല കിട്ടുന്ന ശമ്പളം മൊത്തം ഓർഫനേജിന് കൊണ്ടൊക്കെ കൊണ്ടേ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചെന്നോർത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോക്കാരൻ്റെ വീട്ടിലെ ആഹാരം അത്ര നല്ല ആഹാരമൊന്നുമല്ല. സ്വർണ്ണക്കടക്കാരൻ ബാലേന്ദ്രൻ്റെ വീട്ടിലെ ആഹാരം പോലത്തെ നല്ല ആഹാരമൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. പിന്നീട് അലീന പറഞ്ഞു, ഷായിച്ചേട്ടൻ ഞാൻ കരയണ അതുകൊണ്ടൊന്നുമല്ല. ഒരു പക്ഷെ അരമണിക്കൂറും കൂടെ വരാൻ ഷായിച്ചേട്ടൻ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ശവം അല്ല ഞാനൊരു ശവമായിട്ട് മാറിയാനും, വെറും കരിക്കട്ടയായിട്ട് മാറിയാനും. അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു പോയതാ. അതാ ഞാൻ പറഞ്ഞത്. ആ ഗോപന് ഗോപനും ഓമനക്കുട്ടനും ഒക്കെ ചേർന്നിട്ടായിരുന്നു. അവർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അലീനയോട്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തേ. പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. ശരണ്യനെ കാണാനോ? അതെ, എനിക്കൊന്ന് അവളെ കണ്ട് ആശ്വസിപ്പിക്കണം തോന്നി. അവളെ ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരെ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ മോളെ എന്ന് ഷാജിയുടെ അമ്മ ചോദിക്കണം. എന്നാലും സാരമില്ല ആൻറ്റി, എനിക്ക് അവളെ ഒന്ന് കാണണം, ആശ്വസിപ്പിക്കണം. ചുറ്റും ഒത്തിരി ആൾക്കാരൊക്കെ കാണുമായിരിക്കും. പക്ഷേങ്കിൽ എന്തോ അവളുടെ മനസ്സിൻ്റെ ആശ്വാസം പകരണം. അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതാ ഞാൻ. അത് കേട്ടപ്പോൾ ഷാജി പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷേങ്കിൽ നിനക്കറിയാലോ, നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന്. എന്നാലും ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ ഷാജിയുടെ അമ്മ വന്നിട്ട് ഒരു ബാഗ് കൊടുത്തിട്ട്, മോളെ ഇത് നിൻ്റെ ബാഗാ. ഈ ബാഗ് കിട്ടിയോ ആൻറ്റി? അതെ മോളെ, ആ ആൾക്കാരെല്ലാം കൂടി വളഞ്ഞിട്ടില്ലേ അവിടെ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞു.
ഞാൻ കരുതി ഭാഗം നഷ്ടപ്പെട്ടു പോയി കാണുന്നു. മോളെ എന്തേലും വില പിടിച്ച് എന്തേലും പോയോ നോക്ക്. എൻ്റെ ആൻറ്റി ഇതിനകത്ത് വില പിടിച്ചായിട്ട് എന്താ ഉള്ളത്? ഒരു മൊബൈൽ ഫോൺ കാണും, പിന്നെ കുറച്ച് വണ്ടിക്കൂലിക്കുള്ള ചില്ലറ പൈസയും കാണും, അതല്ലാതെ വേറൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് അവിടുത്തെ കണിയാപുരം കോളനിയിൽ നിന്ന് ഒരു പയ്യൻ SIനെ വിളിക്കുകയാണ്. SIനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഇത് കണിയാപുരം കോളനിയിൽ നിന്നാണ് വിളിക്കുന്ന, കാര്യം എന്താ? ഇവിടെ ഒരു പെൺകൊച്ചിനെ കുറച്ച് പേര് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറഞ്ഞു. ആക്രമിക്കുന്നോ? അതേന്നെ, തീ കൊളുത്തി കത്തിക്കാണ്ട് ശ്രമിക്കുക. തീ കൊളുത്തി എന്നിട്ട് നീയൊക്കെ അവിടെ എന്ത് നോക്കിയിരിക്കുക? എൻ്റെ സാറേ ഒന്നും പറയണ്ട. അവിടെ ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി മാറി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണേന്ന് പറഞ്ഞു. എടാ ആരെ എന്താ ഏതാ? അത് പിന്നെ ഇവിടെ ഒരു പീഡനം നടന്നില്ലേ? ആ പീഡിപ്പിച്ചതിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു പെൺകൊച്ച അലീനെന്ന് അവളുടെ പേരെന്ന് പറഞ്ഞു. അലീനയോ? അത് കേട്ട് ഞാൻ പോലീസുകാരൻ ഞെട്ടി. അതെ സാറേ, അതിന് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിനകത്തുണ്ട്. ഒരു കാര്യം ഞാൻ സാറിന് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? SIക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അലീന ശരണ്യയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഓമനക്കുട്ടനോട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, നീ അകത്തേക്ക് കയറിപ്പോക്കോ, നിന്നെ ചിലപ്പോൾ അവൾ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അയലോക്കത്തോളം ഒന്നിനോട് വരുന്നു, ഇവളെന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മ ചോദിച്ചു, നീ എന്തിനാ കൊച്ചി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ, എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം. എന്തിനാ? നീ എന്തിനാ അവളെ കാണുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റും, എനിക്ക് അവളെ ചേർത്ത് പിടിക്കാൻ പറ്റും ആൻറ്റി, അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. കൊച്ചെ നീ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കുക, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, എനിക്ക് ശരണ്യയെപ്പോലുള്ള ഒരു അനുജത്തിക്കുട്ടിയുണ്ട്, രേവതിക്കുട്ടി. ഒരു പക്ഷെ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് അവളെപ്പോലെ തന്നെയാണ് ഇവളെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്, എന്നെ ഒന്ന് കാണാൻ സമ്മതിച്ചാൽ മതി ആൻറ്റി എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ശരണ്യയുടെ അമ്മ സമ്മതിക്കുവാണ്. അങ്ങനെ നേരെ അലീന അകത്തേക്ക് കയറി ചെല്ലുവാണ്. ശരണ്യനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. കയറി ചെല്ലുന്ന സമയത്ത് ശരണ്യ തിരിഞ്ഞിങ്ങനെ കിടക്കുക. അലീനെ അടുത്ത് ചെന്നു. അലീനെ അടുത്ത് ചെന്നിട്ട് പതുക്കെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പോഴേക്കും അവളിങ്ങനെ കണ്ണു തുറന്ന് നോക്കി. പരിചയമില്ലാത്തൊരു മുഖം കണ്ടു കഴിഞ്ഞപ്പത്തിന് അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് ശരണ്യ. എനിക്ക് ആരെയും കാണണ്ട, പോയി എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മയോട് അലീന പറഞ്ഞു, ആ കഥ അങ്ങോട്ട് പതുക്കെ ചാരിയാക്കാൻ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് നിൽക്കുവാണ്. അലീന പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ മോളെ, ഞാൻ മോളെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ മോളുടെ ചേച്ചി കേട്ടോ, ഞാൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും, മോൾ എന്തിനാ പേടിക്കണേ, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ശരണ്യൊന്നും മിണ്ടിയില്ല. പിന്നീട് ശരണ്യയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോൾ എന്തിനാ പേടിക്കുന്നത്? ആരെയും പേടിക്കുമൊന്നും വേണ്ട, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സംഭവിച്ച ആർക്കാ? മോൾ ഉപദ്രവിച്ചവർക്കാ സംഭവിച്ചിരിക്കുന്നത്, മോൾക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ മുറിയിൽ കൊണ്ട് ഇറങ്ങി പോവാണ്. ഈ സമയം അലീന അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ശരിക്കും നന്നായിട്ട് സോപ്പിട്ടൊന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. സോപ്പിട്ട് കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവർക്കോ അവരുടെ ജീവിതം തന്നെ തീർന്നുപോയി. ഇനിയിപ്പോൾ മോള് അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വേണം കരുതാനായിട്ട്. എന്ത് വന്നാലും മോളോടൊപ്പം ചേച്ചിയുണ്ട്, ഞാൻ മോളെ കൈവിടില്ല. മോളെ ഞാൻ എങ്ങനെ പാലായിലേക്ക് വന്നതെന്നറിയാവോ? ഞാനൊരു ഓർഫനായിരുന്നു, അവിടുന്ന് വീട്ടുജോലിക്കായിട്ടാണ് പാലായിലേക്ക് വന്നേ. ആരുമില്ലാത്തവളായിരുന്നു ഞാൻ. അതൊന്നും പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോൾ ഭാഗ്യം ചെയ്ത് കുട്ടിയാ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ഒരു പാത്രത്തിനകത്ത് കഴിക്കാനും പിന്നെ ചായയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. അലീന അത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ശരണ്യയോട് മോളെ ഇത് കഴിക്കാൻ പറഞ്ഞു. അലീന പറഞ്ഞു കഴിഞ്ഞിട്ട് ശരണ്യ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അലീന ശരണ്യയുടെ കയ്യിലേക്ക് ആ ചായ ഗ്ലാസ് കൊടുത്തു. ഈ ചായ കുടിക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ്. അലീനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരണ്യ അലീനെ ഒന്ന് നോക്കി, എന്നിട്ട് ചായ കുടിക്കുകയാണ്. പിന്നീട് കഴിക്കാനും പറഞ്ഞുകൊണ്ട് വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് മോളെ കാര്യം, ജീവൻ നിലനിർത്താൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കുന്നത് മാത്രം, വേറൊന്നും കഴിക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. മോളെ പട്ടിണി ഇരുന്നുകൊണ്ട് എന്താ പ്രയോജനം, മോളിത് കഴിക്കുക, മോളുടെ ചേച്ചിയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ശരണ്യയ്ക്ക് എന്തോ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ ആരൊക്കെയാണ് അടുത്തിരിക്കുന്നതെന്നൊരു ചിന്ത. പിന്നീട് അലീന അവളെ ചേർത്ത് പിടിച്ച് തഴുകിക്കൊണ്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ തരുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശരണ്യ വാതർന്നു. അലീന അവൾക്ക്
അങ്ങനെ കോരിക്കൊടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ദിവസം ഒന്നും കഴിക്കാതിരുന്ന പെട്ടെന്നാണ് ഈ മാറ്റം ഉണ്ടായത്. പിന്നീട് അലീന പറഞ്ഞു, ഇങ്ങനെ തന്നെ വേണം കേട്ടോ, നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരണ്ടേ. അതും പറഞ്ഞിട്ട് ശരണ്യെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.